ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആഷ്ലി. എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ പാപ്പളശ്ശേരി എന്ന സ്ഥലത്താട്ടോ. ഇവിടെ ഒരു കപ്പയും ബോട്ടിയും കിട്ടുന്നൊരു സ്ഥലമുണ്ട്. എൻ്റെ തൊട്ട് പുറകെ കാണുന്നതാണ്. തുറന്നിട്ടില്ല. ആ സമയം 5:30ക്കാണ് തുറക്കുക. നമുക്ക് ഇവിടുന്ന് കപ്പയും ബോട്ടിയൊക്കെ ഒന്ന് കഴിച്ച് നോക്കാം. ഓക്കെ, ഇത് വയനാട്ടിലാണ്. വയനാട് പാപ്പളശ്ശേരി എന്ന സ്ഥലത്താട്ടോ. ഓക്കെ, ഞാൻ സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് വരുന്നത്. ഇതാണ് പാപ്പളശ്ശേരി. ഇവിടെ കുറച്ചും കൂടെ മുന്നോട്ട് പോകണം കേട്ടോ. വയനാട് ജില്ലയിലാണിത്, പാപ്പളശ്ശേരി എന്ന സ്ഥലം. ഇതാണ് ആ ചെറിയ ഗ്രാമം കേട്ടോ. ഇവിടെ വന്ന് ഞാൻ നോക്കിയപ്പോൾ തുറന്നിട്ടില്ല. 5:30 മണിക്കാണ് തുറക്കാമെന്നാണ് കേട്ടത് കേട്ടോ. അപ്പോൾ ഞാൻ അതുവരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഈ ചെറിയ ടൗണാണത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതിലേക്കൊന്ന് നടന്നതാണ്. പക്ഷെ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഈ ബോർഡ് കാണാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മോഹനേട്ടൻ്റെ ബോട്ടി കപ്പ കട എന്ന് അന്വേഷിച്ചാൽ ഇവിടെ കിട്ടും കേട്ടോ. ഇതാണ് ആ ഷോപ്പ് കേട്ടോ. ബോട്ടി കപ്പ. ബോട്ടി 110 രൂപ, കപ്പ 30 രൂപ. ഇത് ഓപ്പൺ ആവുന്നുള്ളൂ. 5:30ക്കാണ് ഓപ്പൺ ആക്കുക. അത് ഓപ്പൺ ആയിട്ടുള്ളൂ. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. നമ്മുടെ വിറകടുപ്പിലാണ് ഉപയോഗിക്കുന്നത് അല്ലേ? വിറകടുപ്പിലാണ്. വിറകടുപ്പാണ് നമ്മുടെ പാചകങ്ങളൊക്കെ അല്ലേ? ഇതൊന്നും തുറക്കുമ്പോൾ ഇതെന്താ സാധനം? ഇത് ബോട്ടി അല്ലേ? ഓക്കെ, ബോട്ടി ഇത് അടുപ്പത്തു നിന്ന് ഇറക്കിയ പാടാണ് അല്ലേ? ഓക്കെ, അത് കപ്പ ഒന്ന് തുറന്നു. കപ്പ നല്ല സൂപ്പറായിട്ട് പൊടിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, നമ്മുടെ കപ്പയും ബോട്ടിയും എത്തിയിട്ടുണ്ട്. 2 ചെറുനാരങ്ങ പീസൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. എരിവുണ്ടല്ലേ? ചെറുതായിട്ട് ഇങ്ങനെ പിഴിഞ്ഞു. ഓക്കെ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. ചേട്ടൻ്റെ പേരെന്താ ചേട്ടാ? എൻ്റെ പേര് മോഹനൻ. ആണല്ലേ? ഇത് എത്ര വർഷം ചേട്ടാ തുടങ്ങിയിട്ട്? 32 വർഷം കഴിഞ്ഞു. 32 വർഷം കഴിഞ്ഞു. അടിപൊളി. ഓക്കെ, എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇത് വൈകിട്ട് എത്ര മണിക്കാണ് തുറക്കുന്നത്? 5:30ക്ക് ഓപ്പൺ ആക്കും. ഇതിന് എത്ര മണി വരെ? 9 മണി വരെ. 9 വരെ ഇടയില്ലേ? ബോട്ടി കപ്പയും മാത്രം. അന്ന് തുടങ്ങുന്ന മൊത്തം ഇന്ന് വരെ അങ്ങനെ തന്നെയാണ്? അതിൻ്റെ വേറെ അല്ലല്ല, ആദ്യകാലത്തൊക്കെ ചായക്കട, പ്രാദേശികമായിട്ടുള്ള ചായക്കട ആണല്ലേ? ഇത് ശരിക്കും സ്ഥലം എവിടെ പറയുന്നത്? സ്ഥലം എവിടെ? പാപ്പളശ്ശേരി, പൂതാടി പഞ്ചായത്തിൽ പാപ്പളശ്ശേരി. പൂതാടി പഞ്ചായത്ത് പാപ്പളശ്ശേരി. മീനങ്ങാടിക്കടുത്ത്. മീനങ്ങാടിയാണ് ഏറ്റവും അടുത്ത് ഇവിടുന്ന്? നിയറസ്റ്റ് മീനങ്ങാടി. എത്ര കിലോമീറ്റർ മീനങ്ങാടി വരുന്നത്? മീനങ്ങാടി ഒരു 7 കിലോമീറ്റർ. 7 കിലോമീറ്റർ അല്ലേ? ബത്തേരി വന്നിട്ട് 9 കിലോമീറ്റർ. അപ്പോൾ ഇവിടുത്തെ ബത്തേരിക്ക് 9 കിലോമീറ്റർ ആണല്ലേ? ഞാൻ ബത്തേരിന്നാണ് വരുന്നത്. ഓക്കെ ചേട്ടാ, എനിക്ക് ഒരു പാർസൽ കൊടുക്കുമല്ലോ അല്ലേ? ഓ ഷുവർ. എനിക്കൊരു പാർസൽ കൂടെ വേണം. കാരണം നമ്മൾ ഒരാളും കൂടി ഉണ്ടാക്കും കൂടെ വേണമല്ലോ.
ഒരു പാർസൽ എടുത്ത് കേട്ടോ. ഒരു ലേഡി അല്ലേ? ലേഡി, അതെ ഒരു ലേഡി. ആരോ അറിയാലോ ലേഡി. പറഞ്ഞിട്ടാ വന്നല്ലോ. വീഡിയോ കണ്ടിട്ടുണ്ടോ? ആണോ മൂലോ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന സ്ഥലം ഉണ്ട്, പോയിട്ട് വരണം മേടിക്കണം എന്നുണ്ട്. ഒരു പാർസൽ എടുത്ത് കേട്ടോ. ഇത് ആദിലല്ലേ? നമ്മുടെ മോനേട്ടൻ്റെ ഒരു സഹായിയായിട്ട് ആദിലുണ്ട്. പഠിക്കല്ലേ? പഠിക്കുകയാണ്. അതെ, പഠിപ്പും ജോലിയും കൂടിയാണ്. അത് ഏറ്റവും നല്ല എൻ്റെ സ്വന്തമായിട്ട് അധ്വാനിച്ചല്ലേ? അതെ അതെ. സംഗതി സൂപ്പറായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് എരിവ് വേണം, എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ എരിവ് കുറച്ച് കഴിക്കുന്നതുകൊണ്ടുള്ളൊരു എന്തായാലും ടേസ്റ്റ് ആയിരിക്കും. ചേട്ടൻ്റെ സ്ഥിരം കസ്റ്റമർ ഉണ്ടോ? അല്ല അങ്ങനെ എല്ലാവരും അറിഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്? ഡെയിലി ആൾക്കാരുണ്ട്. അതെ. അപ്പം ഞാൻ ഇവിടുന്ന് ഭക്ഷണമെല്ലാം കഴിച്ചു, സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ബോട്ടി കപ്പ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വരിക. നമ്മുടെ മോനേട്ടൻ സൂപ്പറായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മോനേട്ടൻ്റെ ഭക്ഷണം കഴിച്ച് നോക്കുക, സൂപ്പറാണ്. ഞാൻ കഴിച്ചു, എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയാൻ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.